രസമുണ്ട്. സാരി ഉടുത്തിട്ട് അടിപൊളിയായിട്ടുള്ളത്. സാരി ഞാൻ എന്തോരുന്നായിരിക്കുന്നത് രസമുണ്ട്, നല്ല രസമുണ്ട്. സമയമായി പോവാൻ വേണ്ടിട്ട്. കവി കാതില് റെഡ് ആൻഡ് ബ്ലാക്ക് ആയിട്ടുള്ള സാരി. ഇത് കഴിഞ്ഞ സിൽക്സ് നിതീഷിന്റെ. അതിന്റെ അകത്തുനിന്ന് അന്നേരം നമ്മൾ ഇത് യെല്ലോ കാണിച്ചിരുന്നല്ലേ? ഇത് പക്ഷേ എടുത്ത് കാണിച്ചിട്ടില്ല. ഇത് ഇതിനിടയ്ക്ക് ഒരു ഇനാഗ്രേഷൻ ആവുമ്പോൾ നമ്മൾ എടുത്തു ഒരു 3 ദിവസം മുന്നേ. ഇന്നും പോകുന്ന ഒരു ഇനാഗ്രേഷൻ കേട്ടോ, അത് പറയാ. നല്ല രസമുണ്ട് കേട്ടാ. കൈ കുറച്ച് ഇറക്കിനാണ് കൈ. ഇതിന്റെ ബ്ലൗസിനും ബ്ലാക്ക് വന്നിട്ടുണ്ട്. നല്ല രസം. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കാണുന്നവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. എങ്ങനെയാ ഇതൊന്നും പറയണേ. ഇതിന്റെ കോതൽ അമ്മ അതിനെക്കാട്ടി മൊഞ്ചായിട്ട് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല, വിട്ടു കൊടുക്കില്ലെന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ഇത് വന്നേരത്തെ ഒരു സാരി കേട്ടോ, നല്ല രസമായിട്ടുണ്ട്. ഇത് കവി എടുത്തിട്ടുണ്ടായിരുന്നു നാളെ വീഡിയോ അല്ലേ? ഇതേപോലെ തന്നെ ഒന്ന് നാളെ എടുത്തിട്ടില്ലേനോ? ആദ്യം എടുത്ത സാരി അതെന്റെ കളറായതുകൊണ്ട് ഇതിപ്പോ ഈ കളർ ഇപ്പൊ കവി ഉടുക്കാണ്ട് വെച്ചാലും ആർക്ക് അത്ര പിടിക്കൂല തോന്നല്ലേ? ഈ കറുത്തതെല്ലാം ഉള്ളതുകൊണ്ട് ഇത് 2 ദിവസം മുന്നേ ഇനാഗ്രേഷൻ എടുത്തിനേന്. 2-3 ദിവസമായി എടുക്കുന്നത്. എന്റെ വീഡിയോ പോലെ ഇരിക്കും ഇത് എന്ന് വെച്ചാൽ കനവില്ലാണ്ട് നിൽക്കുന്നു. അപ്പൊ നമ്മൾ പോകുന്ന കഴിഞ്ഞാല് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂള്, നമ്മളെ കണ്ണൂരുള്ള കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു പരിപാടി ഉണ്ട്. അടുത്തേക്ക് നമ്മളെ ക്ഷണിച്ചിട്ട് ഗസ്റ്റായിട്ട് പോകുന്നതാണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോവാം നമുക്ക്. ഇപ്പോഴേ ഉക്കളെല്ലാം പോയി നോക്കി വെച്ചിട്ട് വരാം. ഓരോന്നെണ്ണം പറഞ്ഞില്ല. മുടി ഇങ്ങനെയാക്കി എന്തെല്ലോ ആക്കി വെച്ചിട്ടുണ്ട്. മതിയായിട്ട് നമുക്ക് മുറിക്കാം. അല്ല വേണ്ട, അത് അങ്ങനെ ഇരിക്കരുത്. രസം പണ്ട് വിജുവാട്ടിന് കല്യാണം കഴിക്കുമ്പോട്ട് വിജുവാട്ടിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ എന്റെ സൈഡൊന്ന് വെക്കണേ ചേട്ടാ. പോവാ അവിടെ എത്തുമ്പോഴത്തെ മുടിയും കമ്മലൊന്നും ഉണ്ടാവില്ല തോന്നട്ടാ. അത് ഇഷ്ടപ്പെട്ടു. കമ്മൽ ഇഷ്ടപ്പെട്ടു. കമ്മൽ എന്തായാലും പറിക്കുവേ മിക്കവാറും. ഇതിന്റെ മുന്നിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒന്നും ഇട്ട് പോയിക്കൂടാ. ചെറുപ്പം മാഷം എന്താ മുന്നിൽ പോകുന്നുണ്ട് വണ്ടി എടുത്തിട്ട്. അവരെ പുറകില് നമ്മള് സ്കൂളിലേക്ക് പോകുന്നു. ഇഷിക്ക് പൊങ്ങലാക്കുന്നുണ്ട്. ഫുഡെല്ലാം കഴിച്ച് കുറച്ച് എനർജി വന്നതാ. നമ്മളെ നാട്ടിൽ നിന്ന് കണ്ണൂരിൽ അങ്ങോട്ടേക്കുള്ള നാഷണൽ ഹൈവേ ഇങ്ങനെ പണി ഏകദേശം പുരോഗമിച്ച് സെറ്റായി ആയി. പോവല്ലേ? നമുക്ക് പോവാ. ഇത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതാ പണി നടക്കുന്ന സമയത്ത് ഞാൻ ടിപ്പറിനകത്ത് ക്ലീനറായിട്ട് പണിയെടുക്കുന്നുണ്ട്, ലോറിനകത്ത്. അപ്പൊ ഈ സ്കൂളിന്റെ മണ്ണടിക്കാൻ വേണ്ടിട്ട് ഞാനതിന് വണ്ടിയിലെ ക്ലീനർ. കുറെ കാലം ഞാൻ ഈ സ്കൂളിൽ നിന്ന് മണ്ണടിച്ചതാണ്. സ്കൂളിന്റെ തറക്കും അതിന്റെ പുറത്തല്ലുള്ള ഗ്രൗണ്ടിലെ ശരിയാക്കുമ്പോൾ ആ സ്കൂളിൽ ഇപ്പൊ പരിപാടി കുളിക്കുന്നത് നമ്മളെ. അപ്പൊ അതിന് വരാൻ പറ്റും പറയുമ്പോ ഒരു സന്തോഷം, വല്ലാത്തൊരു ഫീലാണ്. പണിയത്തെ സ്കൂളിൽ എനിക്ക് കയറാൻ അങ്ങോട്ടേക്ക് എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല. പക്ഷെ കുട്ടികളുടെ സന്തോഷം കാണാൻ ഭയങ്കര സന്തോഷം കേട്ടോ. ഒരുപാട് കുട്ടികൾ കേട്ടോ. കുട്ടികളെല്ലാം മുകളിൽ നിന്ന് ഒച്ചയാക്കുന്നുണ്ട്. മേലോട്ട് വയ്ക്കും. കുറേ കുട്ടികളുണ്ടല്ലേ ഏട്ടാ. ഹായ്. കുട്ടികളെല്ലാം അങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടാ. വിശിഷ്ടായിട്ട്
അതിനാണ് നമുക്ക് താല്പര്യം. പേര് ലതീഷ് കുമാർ. ഹായ് 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 ആ മേലേക്ക് ഹായ് ഹായ് കാണാനോ എല്ലാവരും വീഡിയോ ഉണ്ട് കേട്ടോ. വീരപരശിയുടെ ധീരോദാത്തമായ ചരിത്രമേറുന്ന കണ്ണൂരിന്റെ ഭൂമിയിൽ അടക്കവും ചടക്കവും അണിയിച്ചൊരുക്കിയ മഹിതമായ മലയാളത്തിന്റെ പാരമ്പര്യത്തിന്റെ ഇൻഡിവിജ്വൽ ബ്ലോഗേഴ്സ് സ്നേഹപൂർവ്വം ആദരവോടെ ശിരസ് ലഭിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശിഷ്ടാതിഥികളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കാലഘട്ടം ഉണ്ടായിരുന്നു. ഗ്രേഡിംഗത്തിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ ചടങ്ങില്. ചടങ്ങാണ് വിജയം എന്നും നമ്മുടെ കൂടെ വളരെ കാലമായി ആണല്ലോ എന്നൊരു. എന്നാ ശരി, വരുന്നേ എല്ലാരും വീഡിയോ കാണാട്ടോ. ശരി ടീച്ചറാ, ബൈ ബൈ ബൈ. എന്റെ മോനെ കവി എങ്ങനെയുണ്ട്? ഗിഫ്റ്റ് എല്ലാം തന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഹായ് ഓട്ടെ കാണാം. വീണല്ലോ ഓക്കെ ഓക്കെ ശരി. ഹായ് 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 ടീച്ചർ. ഓക്കെ ഓക്കെ ഹായ് 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 ആ ഓക്കെ ഓക്കെ ഹായ് എല്ലാവരോടും ടീച്ചറാക്കും. ഓ ഹായ് 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 ഇങ്ങോട്ടേക്ക്. ടീച്ചറെ കുട്ടികളെല്ലാം എന്താകുമ്പോ എന്തൊരു സന്തോഷം. വാഹുലിലേക്ക് ടീച്ചറെ വിളിക്കുന്നു. ഓ സന്തോഷം. 1ാം ക്ലാസ്സാ? 1ാം ക്ലാസ്. മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കത്തൊക്കെ തയ്യാറാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഇങ്ങനെ വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവർ കത്തെഴുതാനൊക്കെ പഠിച്ചതാണ്. കത്ത് കഥ അപ്പം ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു കത്തെഴുതിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ട് വന്നതാണ്. എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഒരുപാട് കത്താ. നമുക്ക് ഒരു കത്ത് വെച്ച് വായിക്കാലോ. ടീച്ചറെ വായിക്കട്ടെ, സമയമുണ്ടോ? വായിക്കട്ടെ. ആരാ ആദ്യം തരുന്നത്? മേടിക്കാം. നമ്മളെ പേരെന്താ? ഹൻസിക. പ്രിയപ്പെട്ട ബിജു അങ്കിളിന് അങ്കിളിന് കൈപിടിക്കും. അങ്കിളിന് സുഖമാണോ? എനിക്ക് സുഖം തന്നെ. അങ്കിളിൻ്റെ വീഡിയോ യൂട്യൂബിൽ കാണാറുണ്ട്. അങ്കിളിൻ്റെ വാവയെ ഒരുപാട് ഇഷ്ടമാണ്. ഋത്തിക്കേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ഋത്തിക്കേട്ടൻ്റെ വീഡിയോ നല്ല രസമാണ് കാണാൻ. കവിത ആൻറ്റിക്ക് സുഖമാണോ? കവിത ആൻറ്റീനെ ഒരുപാട് ഇഷ്ടമാണ്. അമ്മമ്മയോട് അന്വേഷിച്ചു എന്ന് പറയണേ. അനുചേച്ചിക്ക് സുഖമാണോ? അനുചേച്ചി ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവരെയും ഞാൻ വീഡിയോയിൽ കാണാറുണ്ട് എന്ന് സ്വന്തം ഹൻസിക. നമ്മളെ വീട്ടിലെ എല്ലാവരെ പറ്റിയിട്ടും മോള് താങ്ക് യു.
അപ്പോൾ എല്ലാവരും കത്ത് പഠിച്ചിട്ടുണ്ട്. ടീച്ചർ ആ കത്തെല്ലാം നമുക്ക് തന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് ഇരുന്ന് വായിച്ചോളൂ. അപ്പോൾ കുറേ സമയം ഇരിക്കുമ്പോൾ ടീച്ചർക്ക് ക്ലാസ് ഇതാവല്ല. എല്ലാം മേടിക്കട്ടെ കവി, എല്ലാം കത്തും മേടിക്കും. നമ്മളിതെല്ലാം മേടിച്ച് വീട്ടിൽ നിന്ന് വായിക്കും കേട്ടാ. അതെ, മേടിച്ച വായിച്ചിട്ട് അത് വീഡിയോയിൽ ഇടും കേട്ടാ. നമുക്ക് ആടുന്ന് കാണാം. താങ്ക് യു. മക്കളുടെ പേരെന്തല്ല? എല്ലാവരും കത്ത് എഴുതിയിട്ടുണ്ടാവും അല്ലേ? താങ്ക് യു. എല്ലാ കത്തും കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടാ. വീട്ടിൽ പോയിട്ട് ഇതാ ആദ്യത്തെ പണി, ഇരുന്ന് പഠിക്കണം. കുട്ടികളെ സ്നേഹം കൊണ്ട് എന്തെങ്കിലും എഴുതി വെച്ചതല്ലേ. അതെ, ഒരു പൂ തരുന്നുണ്ട്. കുട്ടികളല്ലേ? ഇവിടെ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഡിജിറ്റൽ ക്ലാസ് റൂം. ഡിജിറ്റൽ ബോർഡിലായിരിക്കും ഞങ്ങൾ പാഠം എടുക്കുക. അവർക്ക് കണ്ടുകൊണ്ടെല്ലാം, ഇപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ കുട്ടികൾക്ക് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. പണ്ടത്തെ ക്ലാസ് മുറിയാണെങ്കിൽ സയൻസ് ലാബ് കൊണ്ടുപോയി അവിടുന്ന് വെച്ച് എല്ലാം കാണിച്ചു കൊടുക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഒരു ടച്ച് ചെയ്താൽ മതി, നമുക്കൊക്കെ ഇവിടെ കിട്ടും. അതുപോലെ ഇപ്പോൾ കുട്ടികൾ വളരുന്നതിനൊരു ഡിജിറ്റൽ യുഗത്തിലാണ്. അപ്പോൾ അതെങ്ങനെ അവർ ഉപയോഗിക്കണം, ചെറുപ്പം തൊട്ടേ ആ ഒരു പ്രാക്ടീസ് അവർക്ക് വന്നാൽ ഒരിക്കലും വേറൊരു രീതിയിലേക്ക് അവർ പോവില്ല. കാരണം അവർ ഇപ്പം എന്താ നമുക്കറിയാം, ഡിജിറ്റൽ അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. യൂട്യൂബ്, വാട്സപ്പ് ഇതൊന്നും ഇല്ലാതെ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പം തൊട്ട് തന്നെ അവരെ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് മര്യാദയ്ക്ക് എങ്ങനെയായിരിക്കണം ഇതൊക്കെ ഉപയോഗിക്കേണ്ടത്, ഏത് രീതിയിലൊക്കെ പോവാം, എങ്ങനെ പോകാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ബോധവൽക്കരണം ഇവിടെ നിന്ന് തന്നെ അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് സ്കൂൾ ബസ്, ഒരുപാട് ഏരിയയിലേക്ക് ഞങ്ങൾക്ക് സ്കൂൾ ബസ് ഉണ്ട്. പിന്നെ നൈറ്റ് ക്ലാസ് ഉണ്ട്. അതായത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ നിന്ന് തന്നെ പഠിക്കാം. 7 മണി വരെ ഞങ്ങളും അതുപോലെ തന്നെ നിൽക്കും. ഞങ്ങളും വീട്ടിൽ പോവാതെ അവർക്ക് വേണ്ടിയിട്ട് 7 മണി രാവിലെ 9 മണി തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ 7 മണി വരെ ഞങ്ങളും കുട്ടികളും ഇവിടെ ഉണ്ടാവും. ഞങ്ങളുടെ ലക്ഷ്യം കുട്ടികൾ പഠിക്കുക, നല്ലൊരു വിദ്യാഭ്യാസം കിട്ടുക, ഇത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എക്സാം എഴുതുന്ന ഒരു സ്കൂളാണിത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ മുഴുവനും, ഏറ്റവും കൂടുതൽ എന്നല്ല, ഇതുവരെയായിട്ടും എല്ലാ കുട്ടികളും ഇവിടുന്ന് പാസ്സായി പോയിട്ടേ ഉള്ളൂ. അപ്പോൾ പഠനമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം. പിന്നെ ഡിസിപ്ലിൻ. ശരിക്കും കറക്റ്റ് വരുന്നത് കടമ്പൂർ, എടക്കാട്, അല്ലേ? എടക്കാട്, കടമ്പൂർ. ഇത് സ്റ്റേറ്റ് സിലബസ് ആണ്. കടമ്പൂർ CBSE ഉണ്ട്. അതല്ല, ഇവിടെ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട്. സാധാരണ സ്റ്റേറ്റ് സിലബസ് ആണ്, കേരള സിലബസ് തന്നെ. ഇവിടെ 1 മുതൽ 10ാം ക്ലാസ് വരെ ഉണ്ട്. 10ാം ക്ലാസ് വരെ ഉണ്ട്. +2 നിങ്ങൾ അപ്പുറത്തെ +2 അപ്പുറം ഉള്ളത് CBSE അവിടെയാണ് +2. ഇവിടെ ഇപ്പോൾ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും വരിക, അഡ്മിഷൻ എടുക്കുക. പഠനം മാത്രമല്ല, അതോടൊപ്പം കായികപരമായിട്ടും അതുപോലെ തന്നെ കലാപരമായിട്ടും ഒക്കെയുള്ള കഴിവുകൾ ഇവിടുന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ ആവശ്യമായിട്ട് ടീച്ചേഴ്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഇവിടെ വരാം, അഡ്മിഷൻ എടുക്കാം. ഓരോ ക്ലാസ്സിൽ പോകുമ്പോൾ കുട്ടികൾ എന്താ പറയുക, വല്ലാത്തൊരു സന്തോഷവും കാര്യങ്ങളും കേട്ടോ. നമ്മൾ സ്കൂളിൽ വിളിച്ചേ നമ്മൾ അതിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ കുട്ടികൾ വരട്ടെ, നല്ല നല്ല രീതിയിലേക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവർക്കുണ്ടാകുന്ന കലാപരമായിട്ടുള്ള കഴിവുകളും സ്പോർട്സ് പരമായിട്ടുള്ള കഴിവുകളെല്ലാം വളർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാ മേഖലകളിലും അവർക്ക് ആഗ്രഹമുള്ള മേഖലകളിലേക്ക് അവർ വളർന്ന് പന്തലിക്കട്ടെ. വിജയങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ കുടുംബത്തിനും ഭാഗത്തുനിന്നും സ്കൂളിലെ കുട്ടികൾക്കും ഞങ്ങളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ എല്ലാ ജനങ്ങൾക്കും ഞങ്ങൾ നേരുവന്ന്. 1ാം ക്ലാസ് എത്ര വരെ ഉണ്ട് ഇപ്പോൾ? 1, 2 ഡിവിഷനാണുള്ളത്. ഇതാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഇവിടെയാണ് കുട്ടികളെ പിടിച്ച് നിൽക്കേണ്ടത്. എഴുതാനും വായിക്കാൻ ഇപ്പോഴും കുറേ കുട്ടികൾ കഷ്ടപ്പെടുന്നുണ്ട്, എഴുതാനും വായിക്കാനൊക്കെ. മറ്റ് സ്കൂളിൽ നിന്ന് കുട്ടികൾ ഇങ്ങോട്ടേക്ക് വരും. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും എഴുത്തും വായനയൊക്കെ വളരെ അബദ്ധമായിട്ടുള്ളത്. ഞങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ടീച്ചറാണ്. ചിൽഡ്രൻ സൈക്കോളജിയും എല്ലാം പഠിച്ചൊരു മിസ്സാണ്. ഇതാണ് ഞങ്ങളുടെ ശരിക്കും വരുമ്പോ തന്നെ കുട്ടികളെല്ലാരും സന്തോഷത്തോടെ പെരുമാറ്റം കണ്ടേരം ഒരുപാട് സന്തോഷമായി കേട്ടാ. സമ്മാനം കുറെ കിട്ടിയിട്ടുണ്ട്. അല്ല, വീട്ടിലെത്തിച്ചിട്ട് മക്കൾക്ക് കൊടുക്കണം. ഡിജിറ്റൽ യുഗത്തില് കുട്ടികൾ കാർട്ടൂൺ കാണുന്നവരാണ്. അപ്പം പാഠഭാഗങ്ങൾ ഇതേപോലെ കാർട്ടൂൺ പോലെ ആക്കിയാൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അതിനാണ് ഈ ഒരു രീതിയിലാക്കിയിട്ടുള്ളത്. എല്ലാ പാഠവും ഇതേപോലെ കാർട്ടൂൺ രൂപത്തിലാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളെ അവിടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ മക്കളപ്പുറം പങ്കെടുക്കാൻ വന്നതാണ്. നോക്കുമ്പോൾ ഒരുപാട് കയറ്റമുണ്ട്. 10ാമത്തെ നിലയിലാണ് പരിപാടി. അതുകൊണ്ട് ഞാനിവിടെ താഴെ ക്ലാസ് റൂമിൽ ഇരുന്നു, ഞാനും കുട്ടി. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞു, നമ്മൾ യാത്രയാവാൻ വേണ്ടി പോകുന്നു. അന്താനായിട്ട് ഉണ്ടല്ലേ? അന്താൻ ഹായ് സ്നേഹം. എടാ വീഡിയോ എല്ലാം ഭംഗിയായിട്ട് എടുത്തില്ലേ? നമ്മളെ ക്യാമറയൊക്കെ എടുത്തത് ഇവനായിട്ടാ. അടിപൊളി. നമ്മൾ മുമ്പോട്ട് കണ്ടേ നമ്മൾ മെംസിലല്ലേ? മെംസിൽ. ശരിക്കും പേരെന്തേനും?
വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്ക് ഋത്തിക്ക് റെഡി ആയിട്ടുണ്ട്, അതിനോട്ട് റെഡി ആയിട്ടുണ്ട്. അതിനോ ഇന്നൊരു സ്കൂളിൽ പോയി, കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ. എത്ര കുട്ടികൾ? കണ്ണൂര്. വാവയുണ്ട്. ഹായ്, നമ്മളെ അയൽപക്കത്തുള്ള കളിക്കാരാണ് കേട്ടോ. ഫുട്ബോൾ കളീൻ്റെ ആൾക്കാരാണ്. ഇപ്പോൾ കളി തുടക്കാൻ പോകുന്നത്. വാവേൻ്റെ അടിഭാഗത്തൊന്നുമില്ല, അതുകൊണ്ട് കാണിക്കാൻ കഴിയില്ല. വന്നിട്ട് ക്ഷീണമാണ്. ആ ക്ഷീണത്തിന് പത്തൊക്കെ തിന്നല്ല. തണുപ്പാന്ന്, തണുപ്പൊന്നും നോക്കുന്നില്ല. അതൊരു രസം. മോനെ പരിപാടിക്ക് പോയിട്ടല്ലേ? അവിടെ വെച്ചിട്ട് നമ്മളൊരു ഇതെടുത്തു, റീൽസിൻ്റെ ഒരു സാധനം. അതെല്ലാം കൂടി നമ്മൾ കവി ടീച്ചറായിട്ട്. കവി പണ്ട് നീ ടീച്ചറാകാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ അവിടെ ടീച്ചറെ ഈടെടുക്കാൻ പറ്റിയല്ലേ? സത്യമായിട്ട് സ്കൂളിൽ പോയിട്ട് ഒരു ടീച്ചർ പോലെ ടീച്ചറായിട്ട് വീഡിയോ എടുത്തു. അടിയല്ലേ വെള്ളം അടുപ്പത്താക്കിയിട്ട് കുളിക്കട്ടെ. വേഗം സാരി വെച്ചങ്ങ് വെച്ചു. അതുകൊണ്ട് കുളിക്കാൻ ഇറങ്ങിയിട്ടാവില്ല. അപ്പൊ എന്റെ മോന് പണ്ട് ഇങ്ങനെയല്ലേ? കേരളത്തിലല്ല, നമ്മളെ ആദ്യം 4-5 കൊല്ലം മുന്നേ 5-6 കൊല്ലം മുന്നില് ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഇപ്പം കുറച്ച് മക്കളെല്ലാം കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ആണ് അമ്മയെ ലുങ്കി ഇങ്ങനെ എടുത്ത് നടക്കല, അമ്മയെ സാരി എടുക്ക് അങ്ങനെ പറഞ്ഞിട്ട്. നമ്മളെ ചാനലിൽ ഫസ്റ്റിൽ വീഡിയോ തുടങ്ങിയ പാട് അമ്മ ബ്ലൗസ് ബ്ലൗസും ലുങ്കി. അതെ, ശരിയാണ്. അങ്ങനെ അങ്ങനെ ഇപ്പൊ മടി. സാധാരണ മാക്സി അല്ലെങ്കിൽ ഫുൾ സാരിയെ കൊടുക്കുള്ളൂ. ഞാൻ ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം കേരളത്തിലേ കാണലുള്ളൂ. അങ്ങനെ ആയാലും അച്ഛന്റെ നാട്ടിലേക്ക് ഞാൻ വരുമ്പോ അച്ഛന്റെ നാട്ടിൽ വന്ന പിന്നെ ഇതന്നെ കാണല്. നാട്ടിലുള്ള ആൾക്കാർ ഈ ബ്ലൗസ് ഒരു തോർത്തുകൊണ്ട് ഇങ്ങനെ ഇടും, ഒരു മുണ്ടും. അതെ, അതെന്താന്ന് വെച്ചാ ഇങ്ങനെ ഒരു മറക്കല് മോളെ, അത് ഒരു നല്ല ഇതാണ് നമുക്ക് ഒരു ഉറപ്പ്. ഒരാളെ മുടക്കിയ അടിഭാഗം കാണിക്കാൻ കഴിയില്ല. അപ്പൊ അമ്മ പിന്നെ അമ്മ ഇങ്ങനെ ആദ്യം ഇങ്ങനെ കുറെ കണ്ടപ്പോ നമ്മള് വീഡിയോയിലെല്ലാം കുറെ ആൾ കാണുന്നില്ല. അപ്പൊ എന്താക്കിന്ന് വെച്ചാൽ അമ്മ തന്നെ സാരിയിലേക്ക് വന്ന് അങ്ങനെ അമ്മ പിന്നെ സാരിയിലേ അമ്മേനെ കണ്ടിട്ടില്ല. ഇപ്പൊ ഇന്നാദ്യമായിട്ട് ബ്ലൗസിലും തോർത്തെടുത്തിട്ടായിരുന്നു. വേഗം ചായക്കെ പറിച്ചു ഒരു രാവിലത്തെ ദോശ. അത് ഒരു ദോശക്ക് തൊട്ട് മോനെ വിളിച്ചു. ഓൻ പറഞ്ഞു ഞാൻ തായേന്ന് ചായ കുടിച്ചിന്, തിരക്കില്ലാന്ന് പറഞ്ഞിട്ട്. രാവിലത്തെ ദോശ ബാക്കിയാ പിന്നെ വൈകിട്ട് ഇങ്ങനെ ഉണ്ടാവും അല്ലേ? കവിപ്പീല് വെള്ളക്കായിട്ടാ പറഞ്ഞു. ഞാൻ ഒന്നും ആലോചിച്ചിട്ടില്ല. വിഷക്കൊഞ്ചിന്ന് വെള്ളക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടിയിലെല്ലാം ഇച്ചിരി മധുരല്ലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതൊന്ന് അമ്മ പഠിപ്പിച്ചത് തന്നെയാന്ന്. ദോശ കൂട്ടാൻ ബാക്കി ഉണ്ടാകും അമ്മ ഇതുപോലെ വെല്ലിയും തേങ്ങയെല്ലാം ഇട്ടിട്ട് ഇതുപോലെ ബാക്കിയുള്ളത് നല്ല തടിയായിട്ട് ഇങ്ങനെ ഒറ്റ ഒരു ഇതിൽ ചൂടും. നല്ല രസം അത് കഴിക്കാൻ. ഇത് ഇങ്ങനെയും നല്ല രസം ഉണ്ടാവും. ഇന്ന് ഇത് ഇങ്ങനെ തിന്നോക്കെ. എനിക്ക് മധുരം വേണ്ടല്ലോ, അതുകൊണ്ട് ഇതിങ്ങനെ. കവി നമ്മളെ കത്ത് എന്ന് പറഞ്ഞാല് കൊറേ ഉണ്ടാവും വായിക്കാൻ. അങ്ങനെ കൊറേ കുട്ടികളതുണ്ട്. മലയാളത്തിലായതുകൊണ്ട് നിങ്ങൾ തന്നെ വായിക്കേണ്ടി വരും ചേട്ടാ. കന്നഡത്തിലാണെങ്കിൽ ഞാൻ പഠിക്കുവാനും. അപ്പൊ നമുക്ക് നാളത്തെ കാണാൻ വീഡിയോയില് ഞാൻ കാണിക്കും. ഇതിപ്പം കൊറേ ആയിട്ടുണ്ടാവും നമുക്ക് അങ്ങനെ പോയി വന്നല്ലേ. അപ്പൊ നമുക്ക് പുതിയ വിശേഷമായിട്ട് നാളെ വരാം. ബ്ലൂം പുത്ത് പുത്തിയേട്ട പുത്ത് പുത്ത് കുത്തിക്കേട്ടനാ പൊത്തല്ലേ ഇപ്പൊ? അത് ഇത്തിക്കാട്ടൻ തന്നെ പൊത്തിക്കോട്ടെ ഏട്ടാ, അതിനായിട്ടില്ല. വേണ്ട പൊത്തണ്ട. ഇല്ല പോ ഇത്തിക്ക വാടാ പൊത്താ. ഇത്തിക്കൊരു സ്റ്റൈലുണ്ട്. എങ്ങനെ പൊത്തോ പുതിയ വിശേഷമായിട്ട്? കൊറേ കുട്ടികൾ നിന്നെ ചോദിച്ചിട്ടാ. എനിക്ക് കത്ത് വന്നിട്ടുണ്ട്, കൊറേ കത്തുകളുണ്ട്. എനിക്ക് വന്നിട്ട് സമ്മാനം തന്നിട്ടുണ്ട്. എനിക്ക് ടെഡി വെച്ചിട്ടുണ്ട്. കാണിച്ചുതരാം. അപ്പൊ കൊറേ ഉണ്ട് കേട്ടാ വായിക്കാൻ. എനിക്കൊന്ന് കുറച്ച് സമയം എടുക്കും. അപ്പൊ വായിക്കണ്ടേ, കൊറേ കത്തുണ്ട്. ഓരോരുത്തരും അത്രയും നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് എഴുതിയതാണ്. അത് ഇരുന്ന് വായിക്കൊന്നും വേണം. അപ്പൊ അത് നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. കത്തിന്റെ ടയേർഡായി സത്യമായിട്ടും. അപ്പൊ നീ പൊത്തിക്കോ. അനിയന് വിട്ടു കൊടുക്കടാ. എന്റെ അടിഭാഗം കാണിച്ചുവിടാ. അതാ ഇങ്ങനെ കളിക്കുന്നത്. ഇല്ല അത്ര ആയില്ല. നീ പൊത്താനായില്ല. ഇത് വെറും ഇതാന്നേട്ടാ. അത് ഇളക്കി വിട്ട് അങ്ങ് പോകും കേട്ടാ. മൂക്കുന്നെല്ലാം വരുന്നുണ്ട്. അമ്മായി നമ്മളെ അമ്മായി വരുന്ന പറയാ. അവരെ പുതിയ വിശേഷമായിട്ട് അതെല്ലായിരിക്കും.